പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്ന പ്രദേശമാണ് ഈ കാണുന്നത്. മതിലകം അല്ലെങ്കിൽ കോട്ടക്കകം എന്നാണ് ഈ പ്രദേശം വിളിക്കപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ വലതുവശത്ത് പത്മതീർത്ഥക്കുളവും ഇടതുവശത്ത് നേരത്തെ കണ്ട മേത്തൻമടി ഉൾപ്പെടെയുള്ള കെട്ടിടക്കെട്ടുകളും കാണാൻ സാധിക്കും. ആ ഭാഗത്ത് നിന്നും അല്പം ഉള്ളിലോട്ട് പോയാൽ കുതിരമാളിക അല്ലെങ്കിൽ പുത്തൻമാളിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതിതിരുനാൾ രാജാവിൻ്റെ കൊട്ടാരക്കെട്ടിലേക്ക് പോകാൻ കഴിയും. കൊട്ടാരത്തിലേക്കുള്ള ഇടനാഴിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. 1840കളിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ കൊട്ടാരം സ്വാതിതിരുനാൾ മഹാരാജാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. തിരുവിതാംകൂറിൽ അധികാരമേൽക്കുന്ന രാജാക്കന്മാർ അവർക്ക് സ്വന്തമായി കൊട്ടാരം നിർമ്മിക്കുക എന്നുള്ളൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അന്ന് സ്വാതിതിരുനാളിന് വേണ്ടിയിട്ട് നിർമ്മാണം നടത്തിയതാണ് ഈ കൊട്ടാര സമുച്ചയം എന്ന് വേണമെങ്കിൽ പറയാം. 80ഓളം മുറികളുള്ള ഈ കൊട്ടാര സമുച്ചയത്തിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ.